ഹായ് ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിച്ച് സഹിക്കുക, അത്ര തന്നെ. ഇനിയിപ്പം കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് എൻ്റെ റൂം. ഞാൻ ഈ റൂം ഒന്ന് ഒരു കോലത്തിലാക്കാൻ പോവാണ്. ഇതിപ്പോൾ ഓൾറെഡി ഒരു കോലത്തിലാണ്. ഞാനിതിനൊന്ന് നന്നാക്കി എടുത്താലോ? എടുക്കണം, അല്ലാണ്ട് എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. ചെറുപ്പത്തിലുള്ളൊരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു റൂം വേണം എന്നുള്ളത്. പക്ഷെ റൂം കിട്ടിയപ്പോഴോ നിൽക്കാൻ ആളില്ല. പക്ഷെ ഫൈനലി ഐ എം ബാക്ക് ടു ഹോം, ഐ എം ബാക്ക് ടു മൈ റൂം എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരാഴ്ച തികച്ചില്ല ഞാനവിടെ. മഴക്കാലത്ത് തുണിയിടാൻ വേറെ എവിടെയും സ്ഥലം കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. കറക്റ്റ് എൻ്റെ റൂമിൽ തന്നെ കൊണ്ടുവന്ന് അഴയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന റൂമല്ലേ, പെട്ടെന്ന് അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. ഉള്ള പൊടി മൊത്തം ഉണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കിടന്നാൽ ഞാൻ തുമ്മി ചാവും. എനിക്കല്ലേ തന്നെ അലർജി ഉള്ളതാണ്. ആദ്യം നമുക്ക് ജനാലയ്ക്ക് ഒന്ന് തുറന്നിടാം. മൊത്തത്തിൽ ഒരു പ്രേതമുഖത. പ്രേതമൊക്കെ പോയി വെളിച്ചം വരട്ടെ. സത്യത്തിൽ എൻ്റെ റൂം ഇത്ര വൃത്തിയോടൊന്നുമല്ല കേട്ടോ. ഇത് പിന്നെ ഉള്ള പണിയും കഴിഞ്ഞ് എൻ്റെ കെട്ടും പാണ്ടും കൊണ്ട് നിരത്തിയതുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്നീന്ന് തുടങ്ങണം. അലമാര തുറന്നപ്പോൾ അവിടെ എനിക്കുള്ള പണിയായിരുന്നു. മൊത്തം തണുപ്പടിച്ച് പൂപ്പിൽ പിടിച്ചെടുക്കും. ഇനി അതിൻ്റെ അകത്തുള്ള ഡ്രസ്സും കൂടെ ഞാൻ അലക്കണമല്ലോ ഭഗവാനെ. എന്തായാലും തുടങ്ങി. ഇനിയിപ്പം ഇതായിട്ട് വിടണ്ട. ബാക്കിയുള്ള റൂമുകളെ അപേക്ഷിച്ച് ഇവിടെ പൊടി അത്യാവശ്യം കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഭിത്തി അലമാരയുള്ളൂ. അതുകൊണ്ട് തന്നെ സകലമാന പുസ്തകം ഇവിടെ നിരത്തി വെച്ചേക്ക് വന്നു. എഞ്ചുപൊടി തൊട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് വിഷ്വൽ ഗൈഡ് വരെ ഇവിടെ ഉണ്ട്. തള്ളിയതല്ലടാ, സത്യമായിട്ടും. പണ്ട് ഇവിടെ ഒരാൾ വന്നായിരുന്നു ഈ പുസ്തകം എടുത്തുകൊണ്ട്. എന്നിട്ട് എൻ്റെ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം. എൻ്റെ അച്ഛൻ കണ്ണെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ആൻസർ, നിങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഈ പുസ്തകം തരുന്നെന്നും പറഞ്ഞ് അച്ഛനെ കൊണ്ട് ആ പുസ്തകം അങ്ങ് എടുപ്പിച്ചു. ദൈവം സഹായിച്ച് ഈ പുസ്തകമൊന്നും എനിക്ക് എവിടെയും ഉപയോഗപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല. മക്കൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് പണ്ട് അച്ഛൻ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങൾക്ക് കയ്യും കണക്കില്ല എന്ന് വേണം പറയാൻ. ഒരു കമ്പ്യൂട്ടർ വാങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാമെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യമായിരുന്നെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കത്തെഴുതാൻ പഠിക്കാം, ഹിന്ദി പഠിക്കാം, തമിഴ് പഠിക്കാം, അങ്ങനെ ഒരുപാട് പഠിക്കാനുള്ള സകലമാനം പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിട്ടൊന്നും ഞാൻ പഠിച്ചില്ല. പേരൻസ് പറഞ്ഞിട്ട് പഠിക്കാത്തത് പോട്ടെ, ഞാനായിട്ടൊരു കോഴ്സിന് ചേർന്നു, MA എക്കണോമിക്സ്. അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 2 കൊല്ലമാവാറായി. അതൊന്ന് തൊട്ടു നോക്കി അതിലെന്തെങ്കിലും ഒരു എക്സാം എഴുതണം എന്നുള്ള ബോധം പോട്ടെ. എന്തായാലും പൈസ കൊടുത്ത് ഞാൻ ആ കോഴ്സിന് ചേർന്ന് ഒന്ന് പോയി എക്സാം എഴുതി കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതി. ഭാഗ്യപരീക്ഷണം പോലും നടത്താൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. തിരക്കായിപ്പോയി ജീവിതത്തിൻ്റെ ഒരു പോക്കേ. ഇനി അച്ഛൻ വിടുന്നതിന് മുമ്പ് ഈ ബുക്കൊക്കെ ഒന്ന് എടുത്ത് വിൽക്കണം. വീട് കൂട്ടിയെടുക്കുന്നതിന് മുമ്പ് എൻ്റെ സൗകര്യം നോക്കി എനിക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഈ പഴയ റൂം എന്നെ മതിയെന്ന് പറഞ്ഞു പോയി. അതെനിക്ക് മൊത്തത്തിൽ പണിയാണ് തന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ മാത്രമായി ഇപ്പം ഭിത്തി അലമാര. അതുകൊണ്ട് സകലമാന സാധനങ്ങൾ ഇവിടെ തന്നെ വെക്കും. പിന്നെ അതിൻ്റെ പൊടി, അതെനിക്ക് വേറൊരു പണി. ഇതൊക്കെ പോട്ടെ, ഞാനൊരു കട്ടിൽ വാങ്ങിയിട്ട് അതുപോലെ എനിക്ക് ഇതിൻ്റെ അകത്തിടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാനത് വേറെ റൂമിൽ ഇട്ട് അവിടെയുള്ള പഴയ കട്ടിലെടുത്ത് എൻ്റെ റൂമിലിട്ടു. പണ്ടത്തെ മാസ്റ്റർ ബെഡ്റൂം ആയിരുന്നു. ഇപ്പം ഈ വീട്ടിലെ ഏറ്റവും ചെറിയ റൂം എൻ്റെതാണ്. എന്ത് ചെയ്യാനാ? ഏത് നേരത്താണാവോ എനിക്ക് ഇത് മതി എന്ന് പറയാൻ തോന്നിയത്. ആ ഒരു നിമിഷത്തെ ഓർത്ത് ഞാനിപ്പോൾ വല്ലാണ്ട് ഖേദിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ പേപ്പർ കാണാനുണ്ട്.
വല്ല വേസ്റ്റ് പേപ്പറും വന്നാലിപ്പം അതിലെന്തൊക്കെ എഴുതാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. എനിക്ക് എന്തിൻ്റെ കേടാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ സൂക്ഷിച്ച് 7-8 കൊല്ലമായ പേപ്പർ വരെ ഇവിടെ ഇപ്പം ദ്രവിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അതെന്തെങ്കിലും ഉപയോഗത്തിന് കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് സൂക്ഷിച്ചതാണെന്നെങ്കിലും പറയാം. പക്ഷെ എൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് തേങ്ങയ്ക്കാണാവോ ഞാനത് സൂക്ഷിച്ചു വെച്ചെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി. ഇനി ആർക്ക് പഠിക്കാനാന്ന്, ആർക്ക് കൊടുക്കാനാന്ന് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് എല്ലാം ഇന്നെടുത്ത് കത്തിക്കണം. ഓൾറെഡി അതൊക്കെ ദ്രവിച്ചു. ഇനി അതിൻ്റെ ശേഷക്രിയ അതെൻ്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ. പുകയും പൊടിയൊക്കെ അലർജി ആണെങ്കിലും ഒരു മാസ്ക് പോലും വെക്കാണ്ട് ഞാൻ ഈ കാണിക്കുന്ന ധീരകർമ്മമുണ്ടല്ലോ, ആ ധീരകർമ്മത്തിന് എനിക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് അത് കാണണമെങ്കിൽ രാത്രിയാവണം. ചുമയും തുമ്മലും അതിപ്പം എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാന്ന്. എന്നെ വിട്ട് പോവാറേയില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തുമ്മാതിരിക്കണമെങ്കിൽ മാസ്ക് വെക്കണം. മാസ്ക് വെക്കാണ്ട് തുമ്മാതിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവിക്കാം. പിന്നെ ആ ദ്രവിച്ച പേപ്പറിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിലെ 1-ലൊക്കെ പഠിക്കുമ്പോഴുള്ള എക്സാം പേപ്പറൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് നൊസ്റ്റാൾജി അടിച്ച് കുറച്ച് നേരം ഇരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ വന്ന് എന്താണ്ടോ പറഞ്ഞിട്ട് പോയി. എന്താണാവോ എന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇനി എന്തായാലും കട്ടിൽ മാറ്റിയിടാം. കട്ടിൽ ആരാണാവോ ഇങ്ങനെ ഇട്ടത്? അമ്മയാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ എല്ലാം ഇടാറ്. എനിക്ക് ജനലോട് ചേർന്ന് കിടക്കുമ്പോഴാണ് കുറേ കൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നുക. ഉള്ള എനർജിയൊക്കെ പറ്റിത്തുടങ്ങി. പെട്ടെന്ന് പണി തീർക്കണം. അടിച്ച് വാരി കളയുക. ബാക്കി നാളെ നോക്കാം എന്താണെന്ന് വെച്ചാൽ. എങ്കിൽ പിന്നെ ഇന്നത്തേക്ക് ബായ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. ബായ്.